ഡിയർ സ്റ്റുഡൻസ്, ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻ കൂടി റിവൈസ് ചെയ്യാനായിട്ടുണ്ട്. വീഡിയോ കണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക, മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക. 10 മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ് ഫങ്ഷൻസ് ഓഫ് ആൻ ഓൺട്രപ്രണർ. ഒരു സംരംഭകൻ ചെയ്യുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. ഓൺട്രപ്രണേറിയൽ ഫങ്ഷൻ, പ്രൊമോഷണൽ ഫങ്ഷൻ, മാനേജീരിയൽ ഫങ്ഷൻ, കൊമേഴ്സ്യൽ ഫങ്ഷൻ. ഒന്നുകൂടി. ഓൺട്രപ്രണേറിയൽ ഫങ്ഷൻ, പ്രൊമോഷണൽ ഫങ്ഷൻ, മാനേജീരിയൽ ഫങ്ഷൻ, കൊമേഴ്സ്യൽ ഫങ്ഷൻ. ഓൺട്രപ്രണേറിയൽ ഫങ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നവേഷൻ, റിസ്ക് ടേക്കിംഗ്, ഓർഗനൈസേഷൻ ബിൽഡിംഗ്. അതാണ് ഓൺട്രപ്രണേറിയൽ ഫങ്ഷൻ. ഇന്നവേഷൻ, റിസ്ക് ടേക്കിംഗ്, ഓർഗനൈസേഷൻ ബിൽഡിംഗ് ഇവയാണ് ഓൺട്രപ്രണേറിയൽ ഫങ്ഷൻ. അടുത്തത് പ്രൊമോഷണൽ ഫങ്ഷൻ. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ആൻ ഐഡിയ, ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ, അസംബ്ലിംഗ് ദ റിക്വയർമെൻറ്റ്. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ആൻ ഐഡിയ, ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ, അസംബ്ലിംഗ് ദ റിക്വയർമെൻറ്റ്. ഇതൊക്കെയാണ് പ്രൊമോഷണൽ ഫങ്ഷൻ. ഓൺട്രപ്രണേറിയൽ ഫങ്ഷൻ ഏതൊക്കെയാണ്? ഇന്നവേഷൻ, റിസ്ക് ടേക്കിംഗ്, ഓർഗനൈസേഷൻ ബിൽഡിംഗ്. പ്രൊമോഷണൽ ഫങ്ഷനോ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ആൻ ഐഡിയ, ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ, അസംബ്ലിംഗ് ദ റിക്വയർമെൻറ്റ്സ്. അടുത്തതാണ് മാനേജീരിയൽ ഫങ്ഷൻ. പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ, കോർഡിനേഷൻ, കൺട്രോളിംഗ്. പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, കോർഡിനേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ ഇവയൊക്കെയാണ് മാനേജീരിയൽ ഫങ്ഷൻ. ഒരിക്കൽ കൂടി പറയാം. പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, കോർഡിനേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ ഇവയാണ് മാനേജീരിയൽ ഫങ്ഷൻ. ലാസ്റ്റ് വൺ കൊമേഴ്സ്യൽ ഫങ്ഷൻ. പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, പേഴ്സണൽ, അക്കൗണ്ടിംഗ്, ഫിനാൻസ്. ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, പേഴ്സണൽ, അക്കൗണ്ടിംഗ്, ഫിനാൻസ് ഇവയൊക്കെയാണ് കൊമേഴ്സ്യൽ ഫങ്ഷൻ. ഒന്നുകൂടി നോക്കാം, മറന്നു പോകരുത്. ഓൺട്രപ്രണേറിയൽ ഫങ്ഷൻ ഏതൊക്കെയാണ്? ഇന്നവേഷൻ, റിസ്ക് ടേക്കിംഗ്, ഓർഗനൈസേഷൻ ബിൽഡിംഗ്. പ്രൊമോഷണൽ ഫങ്ഷൻ ഏതൊക്കെയാണ്? ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ആൻ ഐഡിയ, ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ, അസംബ്ലിംഗ് ദ റിക്വയർമെൻറ്റ്. മാനേജീരിയൽ ഫങ്ഷൻ പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, കോർഡിനേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ. കൊമേഴ്സ്യൽ ഫങ്ഷൻ ഓഫ് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, പേഴ്സണൽ, അക്കൗണ്ടിംഗ്, ഫിനാൻസ്. സെറ്റ് ഓഫ് എംപ്ലോയിയും ഓൺട്രപ്രണറും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കുക. ആദ്യം നമുക്ക് മൈൻഡ് സെറ്റ് ഓഫ് ഓൺട്രപ്രണർ പഠിക്കാം. ഓൺട്രപ്രണർ പ്രിഫർ ഫ്രീഡം ഓവർ വർക്കിംഗ്. സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനാണ് ഓൺട്രപ്രണർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഓൺട്രപ്രണർ പ്രിഫർ ഫ്രീഡം ഓവർ വർക്കിംഗ്. മറ്റാരുടെയും കീഴിൽ പ്രവർത്തിക്കാൻ ഓൺട്രപ്രണർ ആഗ്രഹിക്കുന്നില്ല. അതാണ് പറയുന്നത് ഓൺട്രപ്രണർ പ്രിഫർ ഫ്രീഡം ഓവർ വർക്കിംഗ്. 2. ഓൺട്രപ്രണർ ഫോക്കസ് ഓൺ സൊല്യൂഷൻ നോട്ട് പ്രോബ്ലം. ഒരു പ്രോബ്ലം കിട്ടി അതെങ്ങനെ പരിഹരിക്കാം എന്നായിരിക്കും ഓൺട്രപ്രണർ ചിന്തിക്കുക. ഓൺട്രപ്രണർ ഫോക്കസ് ഓൺ സൊല്യൂഷൻ നോട്ട് പ്രോബ്ലം. ഓൺട്രപ്രണർ വേക്കപ്പ് ആഫ്റ്റർ ഫെയിലിയർ. പരാജയമുണ്ടായാലും അത് വിജയത്തിൻ്റെ മുന്നോടിയായി കണ്ട് ഓൺട്രപ്രണർ എഴുന്നേറ്റ് വരും. ഓൺട്രപ്രണർ വേക്കപ്പ് ആഫ്റ്റർ ഫെയിലിയർ. ഓൺട്രപ്രണർ വർക്ക് പാഷനേറ്റ്ലി. വളരെ ഇഷ്ടത്തോടെ വർക്ക് ചെയ്യുന്ന ആളാണ് ഓൺട്രപ്രണർ. കാരണം നവീനമായ ആശയങ്ങൾ, സ്വന്തം ആശയങ്ങൾ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വർക്ക് പാഷനേറ്റ്ലി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓൺട്രപ്രണർ ഓൾവേസ് റെഡി ടു ടേക്ക് റിസ്ക്. റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു. ഏതൊരു റിസ്ക്കും ഏറ്റെടുക്കാൻ ഓൺട്രപ്രണർ തയ്യാറാകും. കാരണം നവീനമായ ബിസിനസ്സിൽ റിസ്ക് ഉണ്ട്. ഒന്നുകൂടി നോക്കാം. മൈൻഡ് സെറ്റ് ഓഫ് ആൻ ഓൺട്രപ്രണർ. ഓൺട്രപ്രണർ പ്രിഫർ ഫ്രീഡം ഓവർ വർക്കിംഗ്. ഓൺട്രപ്രണർ ഫോക്കസ് ഓൺ സൊല്യൂഷൻ നോട്ട് പ്രോബ്ലം. ഓൺട്രപ്രണർ വേക്കപ്പ് ആഫ്റ്റർ ഫെയിലിയർ. ഓൺട്രപ്രണർ വർക്ക് പാഷനേറ്റ്ലി. ഓൺട്രപ്രണർ ഓൾവേസ് റെഡി ടു ടേക്ക് റിസ്ക്. മൈൻഡ് സെറ്റിൻ്റെ ഡിഫറൻസ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. ഇത് ഓൺട്രപ്രണറിൻ്റെ മാത്രം മൈൻഡ് സെറ്റാണ്. അടുത്ത സ്ലൈഡിൽ നിങ്ങൾ എംപ്ലോയിയുടെ മൈൻഡ് സെറ്റ് കാണും. അപ്പോൾ ഓൺട്രപ്രണറിൻ്റെ പഠിച്ചു വയ്ക്കുക. ഓൺട്രപ്രണർ പ്രിഫർ ഫ്രീഡം ഓവർ വർക്കിംഗ്. ഓൺട്രപ്രണർ ഫോക്കസ് ഓൺ സൊല്യൂഷൻ നോട്ട് പ്രോബ്ലം. ഓൺട്രപ്രണർ വേക്കപ്പ് ആഫ്റ്റർ ഫെയിലിയർ. ഓൺട്രപ്രണർ വർക്ക് പാഷനേറ്റ്ലി. ഓൺട്രപ്രണർ ഓൾവേസ് റെഡി ടു ടേക്ക് റിസ്ക്. മൈൻഡ് സെറ്റ് ഓഫ് എംപ്ലോയി നോക്കാം. എംപ്ലോയി പ്രിഫർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. എംപ്ലോയി പ്രിഫർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. സുരക്ഷിതത്വം ആഗ്രഹിക്കുന്ന ആളാണ് എംപ്ലോയി. എംപ്ലോയി കംപ്ലയിൻ വെന്നെവർ ഫേസ് എ പ്രോബ്ലം. എംപ്ലോയി കംപ്ലയിൻ വെന്നെവർ ഫേസ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം ഉണ്ടായാൽ കംപ്ലയിൻറ്റ് കൊടുക്കുക, പരാതി കൊടുക്കുകയാണ് എംപ്ലോയി ചെയ്യുക. എംപ്ലോയി ഓൾവേസ് ഫിയർ ഫെയിലിയർ. പരാജയത്തെ ഭയക്കുന്നയാളാണ് എംപ്ലോയി. എംപ്ലോയി അസൈൻ ടാസ്ക് ആസ് എ പാർട്ട് ഓഫ് ഡ്യൂട്ടി. തനിക്ക് കിട്ടിയിരിക്കുന്ന ജോലി ആത്മാർത്ഥതയോടെയും സന്തോഷത്തോടെയും ചെയ്യുന്നു. എംപ്ലോയി ഡു നോട്ട് അണ്ടർടേക്ക് ഇനി റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് എംപ്ലോയിയുടെ സവിശേഷത?
മൈൻഡ് സെറ്റ്, സവിശേഷതയല്ല മൈൻഡ് സെറ്റ്, മനോഭാവങ്ങൾ. എംപ്ലോയി പ്രിഫർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. എംപ്ലോയി കംപ്ലൈൻ വെനെവർ ഫേസ് എ പ്രോബ്ലം. എംപ്ലോയി ഓൾവേസ് ഫിയർ ഓഫ് ഫെയിലിയർ. എംപ്ലോയി അസൈൻ ടാസ്ക് ആസ് എ പാർട്ട് ഓഫ് ഡ്യൂട്ടി. എംപ്ലോയി ഡസ് നോട്ട് അണ്ടർടേക്ക് എനി റിസ്ക്. ഇനി EDP പ്രധാനപ്പെട്ടതാണ്. ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഓർഡറിൽ പഠിക്കുന്ന സ്റ്റെപ്പ് ആയതുകൊണ്ട് ഓർഡർ തെറ്റാൻ പാടില്ല. സെലക്ഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഓൺട്രപ്രണർ, സംരംഭകരാകാനായിട്ട് സാധ്യതയുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സെലക്ഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഓൺട്രപ്രണർ, ഭാവിയിൽ സംരംഭകരാകാൻ ചാൻസ് ഉള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കൽ. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓൺട്രപ്രണേറിയൽ ട്രേഡ്സ് ആൻഡ് സ്കിൽ, അവരിലുള്ള സംരംഭകത്വ കഴിവുകൾ കണ്ടെത്തൽ. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓൺട്രപ്രണേറിയൽ ട്രേഡ്സ് ആൻഡ് സ്കിൽസ്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എൻ്റർപ്രൈസ്, അവർക്ക് അനുയോജ്യമായ സ്ഥാപനം കണ്ടെത്തൽ. അതാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എൻ്റർപ്രൈസ്. ഒന്നുകൂടി 3 നോക്കാം. സെലക്ഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഓൺട്രപ്രണർ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓൺട്രപ്രണേറിയൽ ട്രേഡ്സ് ആൻഡ് സ്കിൽസ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എൻ്റർപ്രൈസ്. 4 കണ്ടൻസ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം. ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഉള്ളടക്കമാണ് സപ്പോർട്ട് സിസ്റ്റം, പ്രൊഡക്ഷൻ, മോണിറ്ററിംഗ് ആൻഡ് ഫോളോ അപ്പ്. കണ്ടൻസ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം, സപ്പോർട്ട് സിസ്റ്റം, പ്രൊഡക്ഷൻ, മോണിറ്ററിംഗ് ആൻഡ് ഫോളോ അപ്പ്. ഒന്നുകൂടി നോക്കാം. സെലക്ഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഓൺട്രപ്രണേഴ്സ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓൺട്രപ്രണേറിയൽ ട്രേഡ്സ് ആൻഡ് സ്കിൽസ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എൻ്റർപ്രൈസ്, കണ്ടൻസ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം, സപ്പോർട്ട് സിസ്റ്റം, പ്രൊഡക്ഷൻ, മോണിറ്ററിംഗ് ആൻഡ് ഫോളോ അപ്പ്. ഇതാണ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ സ്റ്റെപ്പുകൾ. നമുക്ക് പഠിക്കാനുള്ളത് ഫേസസ് ഓഫ് EDP, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഫേസസ്. പ്രീ ട്രെയിനിങ് ഫേസ് ഓർ ഇനിഷ്യൽ ഫേസ്. പ്രീ ട്രെയിനിങ് ഫേസ് അല്ലെങ്കിൽ ഇനിഷ്യൽ ഫേസ്. ട്രെയിനിങ് ഓർ ഡെവലപ്മെൻറ്റൽ ഫേസ്. ട്രെയിനിങ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഫേസ്. പോസ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ ഫോളോ അപ്പ് ഫേസ്. 3 ഫേസാണ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനുള്ളത്. പ്രീ ട്രെയിനിങ് ഫേസ്, ട്രെയിനിങ് ഫേസ്, പോസ്റ്റ് ട്രെയിനിങ് ഫേസ്. ഒന്നുകൂടി പറയാം. പ്രീ ട്രെയിനിങ് ഫേസ് അല്ലെങ്കിൽ ഇനിഷ്യൽ ഫേസ്, ട്രെയിനിങ് ഫേസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഫേസ്, പോസ്റ്റ് ട്രെയിനിങ് ഫേസ് അല്ലെങ്കിൽ ഫോളോ അപ്പ് ഫേസസ്.